പണ്ടാരം വരുന്നില്ലല്ലോ. ഈ ജലദോഷവും പനിയും പിടിച്ച സമയത്ത് എന്തിനാണാവോ ഉമ്മച്ചി എന്നെ വെറുതെ സ്കൂളിലേക്ക് വിടുന്നത്? ഞാനാണെങ്കിൽ ഇന്നലെ തന്ന ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടുമില്ല. പടച്ചോനെ, സമയം കുറെ ആയല്ലോ. മൂക്കുന്ന് വരുന്നല്ലാതെ ബാക്കത്തൊന്നും വരുന്നില്ലല്ലോ. എടാ ഉസ്മാനെ, ഉസ്മാനെ, ഇജ്ജെന്താക്കാടാ അവിടുന്ന്? സമയം പോയത് നീ അറിയുന്നില്ലേ? സ്കൂളത്തെ ബെല്ല് ഇപ്പം അടിക്കൊന്ന് വേഗം ഇറങ്ങി വാ. ഹോ, തുടങ്ങി വെല്ലുമിച്ചിയുടെ പ്രസംഗം. ഇത് കയ്യാതെ എങ്ങനെയൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്? അപ്പിടാനും മുട്ടുന്നുണ്ട്. എടാ പഹയ, അന്നല്ലേ വിളിക്കുന്നത്? അല്ല തൊള്ള ഇറങ്ങിപ്പോയോ? അന്നെന്താ ഒന്നും മുണ്ടാതിരിക്കുന്നത്? എന്റെ വെല്ലുമിച്ചി, നിങ്ങളൊന്നും മുണ്ടാതിരിക്കേ. നമ്മൾ ഇവിടെ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റിക്കാതെ. നമ്മൾ ഇപ്പൊ വരും. നിങ്ങളൊന്ന് സബൂറാക്ക്. എടാ പഹയ, നീ എത്ര സമയമായി ബാത്റൂമക്കാരി വാതിലടച്ചിട്ട്? നീ എന്താക്ക അവിടുന്ന്? ഒന്ന് വേഗം ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഓ, പറഞ്ഞാ മനസ്സിലാവില്ല. നമ്മൾ ഇവിടുന്ന് പാട്ട് പാടാ. ഇറങ്ങി വാടാ, അതൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്. നാശം പിടിച്ച അപ്പി, ഒന്ന് വേഗം വരാൻ നിന്നോട് പറഞ്ഞത്. സമയത്ത് അവന്റെ ഒരു കളിപ്പിക്കല്. ഹാ, വരണുണ്ട്. ഇജ്ജ ആര് വരുന്ന കാര്യടാ പഹയാ പറയണത്? ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. പണ്ടാരം, മര്യാദക്കൊന്ന് തൂറാനും വിടൂല. എന്റെ പഠിച്ചോനെ, ഇങ്ങനെയൊരു കുരുത്തം കേട്ട ഹറാം പറഞ്ഞൊരു ചെറുക്കനായിപ്പോയല്ലേ ഇവന്. എടാ മരത്തലയാ, സ്കൂളിലത്തെ ബെല്ലി പഠിക്കോ? ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത് എന്നോട്. വരണ വെല്ലുമിച്ചി, വരണേ. ഡാ പഹയ, ഇജ്ജ് പഠിക്കാനാണോ കക്കൂസ് പോയത് അതോ തൂറാനോ? എന്റെ വെല്ലുമ്മ, ഞാൻ എന്തൊക്കെയായി പറയണത്? പഠിക്കാൻ ആരെങ്കിലും കക്കൂസിലേക്ക് പോവോ? തൂറാനല്ലാണ്ട്. ഹാ, അപ്പൊ എനക്ക് അറിയാല്ലേ അത്? പിന്നല്ലാതെ. എന്നിട്ടാണോ ഇജ്ജ് ഈ ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് കക്കൂസിലേക്ക് പോയത്? ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് സ്കൂളിലേക്കല്ലടാ പോണ്ട പഹയ. ഇങ്ങനെയും ഒരു മരത്തലയനായിപ്പോലെ ഇവന്. അന്നെ പറഞ്ഞിട്ടെന്താ? എന്റെ ഉമ്മച്ചീനെ പറഞ്ഞാൽ മതി. ഓ, ഇനി നിങ്ങളെ ഉമ്മച്ചിയുടെ മെക്കിട്ട് കാര്യക്കോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ തുടങ്ങിക്കോളും ഉമ്മച്ചിയുടെ മേലെ കാരൻ. അല്ല, സമയം എത്രയായി നല്ല വിചാരം? അനക്ക് സ്കൂളിലേക്ക് പോകണ്ടേ? പോകണം, നമ്മൾ പോവാൻ നോക്കാം. നേരം വെളുത്തിട്ട് 100 വിളി വിളിച്ചാൽ അവൻ അറിയില്ല. എങ്ങനെയൊക്കെയോ അറിഞ്ഞാലോ ആ ഉള്ള സമയം കക്കൂസക്കാരി കുത്തിന് വാതിലടിച്ചോളും. എന്റെ വെല്ലുമ്മ, എനിക്ക് തീരെ പരിഷ്കാരമില്ല. പരിഷ്കാരം കക്കൂസ് എന്നൊന്നും പറയാതെ. പിന്നെ കക്കൂസിന് കക്കൂസ് എന്നല്ലാണ്ട് ക്ലോസറ്റ് എന്ന് അറിയാൻ പറ്റുമോ? ഓ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കക്കൂസല്ല. ഇതിനെ ബാത്റൂം എന്നാ പറയാ. നിങ്ങൾ ഇനി മുതലേ ബാത്റൂം എന്ന് പറഞ്ഞാൽ മതി. ഓ, ഒരു വലിയ പരിഷ്കാരി വന്നിരിക്കുന്നു. സമയത്തും കാലത്ത് സ്കൂളിൽ പോയില്ലെങ്കിലേ എൻ്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. വേഗം പോയിക്കൊള്ളാനാ പറഞ്ഞ എന്നോട് ഇവിടുന്ന്. ആ, അല്ലെങ്കിൽ നമ്മൾ പോവാ. നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കാനേ നമുക്ക് സമയമില്ല. ആ, എനക്കത് അറിയാലേ. എങ്കിൽ വേഗം വിട്ടോ സ്കൂളിലേക്ക്. ഇതെന്താ തുമ്മൽ മത്സരോ? അതെ, നമുക്ക് തീരെ വയ്യ. നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സംശയം. എന്താ സംശയം? എന്താ എൻ്റെ സംശയം? അതെ വെല്ലുമ്മ, നമ്മളിന്ന് സ്കൂളിലേക്ക് പോകണോ? ഓഹോ, അപ്പം അതാണല്ലേ എൻ്റെ ഉദ്ദേശം. സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നീ കതക് മടച്ച് കക്കൂസൽക്കാരി കുത്തിരുന്നതാണല്ലേ? ഓ നാശം, ഇവിടെ നിങ്ങളെ കക്കൂസെന്ന് കേൾക്കുന്നതിൽ നല്ല സ്കൂളിലേക്ക് തന്നെ പോകുന്നതാ. എന്തായാലും നമ്മൾ പോയിക്കോളാം. എന്താ ചെറുക്കൻ്റെ ബുദ്ധി. സ്കൂളിൽ പോകാതിരിക്കാനുള്ള അടവാണവൻ്റെ. നമ്മളെടുത്തുണ്ടോ അതൊക്കെ നടക്കുന്നു. ഇങ്ങനെയുള്ള തരികിടകളൊക്കെ നമ്മളിതെത്ര കണ്ടതാ. അവൻ്റെ ഒരു തുമ്മല്. വേഗം വിട്ടോളാനാ പറഞ്ഞ എന്നോട് സ്കൂളിലേക്ക്. അല്ലാ പഠിച്ചവനെ, അവനെ പറഞ്ഞിട്ട് ഞമ്മക്കും വന്നോ തുമ്മല്.